वेलकम बैक टू माय चैनल। क्या हुआ? ഓണാക്കിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് സൗണ്ട് എന്തെങ്കിലും കേട്ടോ നോക്കിയിട്ട് ശരി. ഗ്യാസ് കത്തിച്ചാൽ കേട്ടോ. ഓക്കെ. അപ്പോൾ അമ്മ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ പോണേ. Airport look. So what is my airport look? So this is the shoot from campus, and this is a tea I bought online. The Malayalam team okay. Then I bought a inner top also. This watch is from a local store. ഇന്നർ And ടോപ്പ് ഫ്രം inner top from Meesho, and then I have these daily wear bracelets, and these are my gym pants which is so comfortable, and this is a pair of socks I bought from a very local store. That's it. Bye. ശരി. അപ്പോൾ ഇവർ പോകാൻ വേണ്ടി ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അങ്കിളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു ലൊക്കേഷൻ. അപ്പോൾ അമ്മയോട് ഹായ്ന്ന് കാണിക്കുമായിരുന്നു. അവരൊക്കെ ഇറങ്ങി ക്യാബ് വന്നപ്പോൾ അവർ പോയി. അപ്പോൾ രേഷ്മ ഞാൻ ഇവിടെ നിൽക്കണം കണ്ടപ്പോൾ ബൈ ബൈ എന്നൊക്കെ കാണിക്കണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ നാട്ടിൽ പോകണില്ല, വീട്ടിലത്തെ ബാക്കിയെല്ലാം മെമ്പേഴ്സ് നാട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവർ 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 4:30 AM പുലർച്ചെ. ബിക്കോസ് ഒരു ഫ്ലൈറ്റ് 8:30 അറൗണ്ട് ആണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരെ കാരണം അവർക്ക് ഇപ്പം ഇറങ്ങിയാൽ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ വാതിലൊക്കെ അടിക്കാൻ വേണ്ടി എനിക്കേണ്ടി വന്നു. അപ്പം അത്രയേ ഉള്ളൂ. വെച്ചിട്ട് കാണാം, ബിക്കോസ് എനിക്ക് ഉറങ്ങണമല്ലോ. ശരി, നമുക്ക് രാവിലെ കാണാം. ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയില്ല. ഞാൻ 5:30 വരെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഇടയിലൊരു വിശപ്പ് തോന്നി. ഇപ്പോൾ ഞാൻ കിച്ചണിൽ പോയപ്പോൾ അവിടെ ദോശയും സാമ്പാറൊക്കെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ദോശ ഉണ്ടാക്കണം. പിന്നെ ഈ ഇടയിൽ ഞാൻ മരുന്ന് കഴിച്ചിട്ട് എന്താ നിങ്ങൾ വിചാരിക്കും, എനിക്ക് നെക്കിന് ഇത്ര വേദന ഉള്ള കാരണം ഡോക്ടർ എനിക്ക് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദോശ നല്ല ഗോൾ ദോശ ഉണ്ടാക്കി. വാവ്! അതിൻ്റെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദോശയും സാമ്പാറൊക്കെ കൂട്ടി അവിടെ ഇരുന്നു എൻജോയ് ചെയ്ത് കഴിക്കുമായിരുന്നു. ഈ 4 ദിവസം ഞാൻ തന്നെയാണ് വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കഴിക്കുമ്പോൾ 5:20 AM ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് വിശന്ന് തുടങ്ങിയപ്പോൾ ദോശയും സാമ്പാറൊക്കെ കഴിക്കുകയായിരുന്നു. പ്ലസ് ടി വിയിൽ കാണുന്നത് അതുള്ള കാർത്തിക് സൂര്യൻ്റെ വ്ലോഗായിരുന്നു, കാണുമായിരുന്നു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് രാവിലെ ഇപ്പം വാതിലൊക്കെ തുറന്ന കിളികളുടെ സൗണ്ട് കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഉറങ്ങാൻ പോകാം. പക്ഷെ വെള്ളം നിന്നാലോ, അതുകൊണ്ട് ഞാൻ അപ്പൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി. അങ്ങനെ 8:30 ഉറങ്ങി കഴിഞ്ഞിട്ട് 11:30 ആയപ്പോഴാണ് എണീച്ചേ. ഇനിയിപ്പോൾ എന്താ, അങ്ങനെ വിശപ്പൊന്നുമില്ല. വിശപ്പ് അങ്ങനെ ഒന്നുമില്ല. ബിക്കോസ് ഞാൻ ദോശയൊക്കെ കഴിച്ചിട്ടല്ല കടന്നേ. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാനുമില്ല. ഇനിയിപ്പോൾ TV കാണാൻ, അല്ലാണ്ട് ഇപ്പം എന്താ വേറെ ഒന്നും അങ്ങനെ ചെയ്യല്ല. എല്ലാം ചെയ്തിട്ടാണ് കടന്നത്. വിശപ്പൊന്നും ഇല്ല പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എണിച്ചാലും എനിക്ക് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നലെ രക്ഷാബന്ധൻ്റെ കുറേ ഗിഫ്റ്റുകളിൽ ചോക്ലേറ്റ്സും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി പാലിലപ്പോൾ ഷേക്ക് എണിച്ചിട്ട് പിന്നെയും ചോക്ലേറ്റ് ഷേക്ക് കുടിച്ചിട്ട് പിന്നെ ഉറങ്ങി. ചോക്ലേറ്റ് ഷേക്ക് അല്ലേ, നല്ല മധുരമൊക്കെ അല്ലേ, അതാവാം. അപ്പം 3 മണി. ഇനിയിപ്പോൾ ഉറങ്ങിയ രാത്രി പിന്നെ ഉറങ്ങില്ല. അതുകൊണ്ട് ഞാൻ ഇനി കടന്നാൽ ശരിയാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാണ്ടെന്ന്, എനിക്കില്ലേ കുറച്ച് സാധനങ്ങൾ വാങ്ങാറുണ്ട് ഹൽദിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊൽസാവാടിയല്ല കല്യാൺ വെസ്റ്റിൽ പോയാൽ കിട്ടും. ഈ സമയത്ത് പോയാൽ കിട്ടില്ല. 5:30-6 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പോൾ വരെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാം ബോഡിക്ക് വേണ്ടി. ബോഡിത്തെ ഫാറ്റ്സ് ഒക്കെ ബേൺ ചെയ്യാം കുറച്ച്. സോ ഐ സ്റ്റാർട്ടഡ് വിത്ത് വാം അപ്പ്. മുൻപ് ഞാൻ സുംബ ക്ലാസ് പോയിട്ട് അവിടെ പോയിട്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നെക്ക് പെയിൻ ആയി കാരണം ഞാൻ വീട്ടിൽ തന്നെ എല്ലാം ചെയ്യണത്. പിന്നെ ഇടയിൽ ഈ യൂട്യൂബിൽ സ്കിപ്പ് അടിക്കേണ്ടി വരുന്ന കാരണം ഇടയിൽ റിമോട്ട് ഇട്ട് സ്കിപ്പ് അടിക്കലും അതൊക്കെയായിരുന്നു. ഇനി നമ്മൾ ബാക്കി വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഗ്രീൻ ടീയും സാലഡൊക്കെ ഉണ്ടാക്കി. വർക്കൗട്ട് ഡൺ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലെമൺ ടീ കുടിക്കാമെന്ന്. എന്നിട്ട് അപ്പോഴേക്കും 5 മണിയാവും. 5:30 വരെ റെഡിയായി നമുക്ക് കൊൽസാടയിൽ കല്യാൺ വെസ്റ്റിലേക്ക് ഇറങ്ങാം. അപ്പോഴേക്കും കടയൊക്കെ തുറക്കുള്ളൂ. അപ്പോൾ കാണാം. അല്ലെങ്കിൽ ഇച്ചിരി വിശക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഉണ്ടാക്കി കഴിക്കാൻ മൂടില്ല. ഐ ഗസ് ക്യൂക്കുംബർ ഒക്കെ ഉണ്ട്, അത് സാലഡ് ഉണ്ടാക്കി കഴിക്കാം. അതാകുമ്പോൾ കുറച്ച് ഹെൽത്തി കൂടിയാണ്. അപ്പോൾ ക്യൂക്കുംബറുണ്ട്, ലെറ്റ്യൂസും ഉണ്ട്, ലെറ്റ്യൂസും ഉണ്ട്. അപ്പം നമുക്ക് ഇതും പിന്നെ ഇത്തിരി കേർഡ് ഞാൻ കണ്ടു ഫ്രിഡ്ജിൽ. അപ്പം നമുക്ക് അത് മിക്സ് ചെയ്തിട്ട് സാലഡ് ഉണ്ടാക്കാം.
ഗ്രീൻ ടീ അധികം ടേസ്റ്റും ഉണ്ടായിരുന്നു, എന്നാലും ഇങ്ങനെ കുടിച്ചു. പിന്നെ ഈ ക്യൂക്കുംബറും ലെറ്റ്യൂസും ചാട്ട് മസാലയും കേടും ഓണിയനൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാലഡ്. ടി വി കണ്ടിട്ട് സാലഡ് എൻജോയ് ചെയ്ത് ഞാൻ റെഡിയായി, ഇനി നമുക്ക് ഇറങ്ങാം. പക്ഷെ ഇത്രയും മഴയുണ്ട്, ഓട്ടോയിൽ പോവാം. അപ്പോൾ പിന്നെ ചളിപ്പിലിന്നൊക്കെ സ്കിപ്പ് ചെയ്യാലോ. ചലോ. क्रमांक 1 की लोकल 5:51 की टिटवाला जाने वाली ही लोकल है. പ്ലാറ്റ്ഫോം ഇത്തിരി ശാന്തമായി വന്നിട്ടുണ്ട് എന്തോ പോലെ. ടിക്കറ്റ് എടുക്കില്ലാതെ നമുക്ക് ഈ ലൈൻ കൂടെ വരണം, മറ്റേ സൈഡ് കൂടെ വരാൻ പാടില്ല. അല്ലെങ്കിൽ അവിടെ ഭയങ്കര തിരക്കും, ട്രെയിന് വരിക പൂവൊക്കെ ഇല്ല. അപ്പോൾ ആൾക്കാർക്ക് വേഗം ഓടിച്ചാടി പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് ഞാൻ റോങ് റൂട്ട് കൂടെ വന്നത്. ഉറപ്പായിട്ടും റോങ് റൂട്ടാണ്, കറങ്ങി വരുന്നു പോകേണ്ടി വരുന്നു. ഇവിടെ കല്യാണ എസ്റ്റേറ്റും തിരക്കുകൾ ആ ബ്രിഡ്ജ് ബന്ദ് ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് കറങ്ങി വരേണ്ടി വന്നത്. മനസ്സിലാവുന്നില്ല ഇവിടെ എല്ലാം ഉണ്ടാവുന്നു. കോൺ കണ്ടപ്പോൾ കോൺ വാങ്ങി. പൂ കിട്ടിയിട്ടില്ല, വേറെ പൂ നോക്കിയിട്ടാണ് കല്യാണത്തിന് വന്നത്. മുമ്പൊക്കെ കാണാറുണ്ട്, ഇപ്പോൾ തേങ്ങ പോലെ കാണാം. ഇനി നമുക്ക് മാർക്കറ്റ് ഒഴിച്ച് പോലെ വളരെ മാലൊക്കെ ഉണ്ട്. ഫൈനലി പൂ കിട്ടി. അങ്ങനെ ഫൈനലി പൂ കിട്ടി. അവിടെ ഇവിടെ ഒക്കെ നടന്ന് തിരഞ്ഞു പിടിച്ചു. അങ്ങനെ അത് ക്ലിപ്പൊക്കെ നോക്കി, പിന്നെ അങ്ങനെ നടന്നു. പിന്നെ അധികം റെക്കോർഡൊന്നും ചെയ്യാൻ പോയില്ല. പിന്നെ ഡയറക്റ്റ് കല്യാൺ സ്റ്റേഷനിലെത്തി. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് റെക്കോർഡ് ചെയ്തത്. എൻ്റെ പർച്ചേസിങ് ഒക്കെ ഞാൻ കല്യാൺ നെക്സ്റ്റിൽ പോയില്ലായിരുന്നു. അപ്പം അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല, ബിക്കോസ് അവിടെ ഭയങ്കര തിരക്കും ചളിയും മഴയൊക്കെ മഴ പെയ്യുന്നില്ല, ഞാൻ തൂർന്നുള്ളൂ. എന്നാലും ഭയങ്കര ചളിയും പെയ്യൊക്കെ ആയിരുന്നു. പിന്നെ അധികം വീഡിയോസ് എടുത്തില്ല. അപ്പോൾ എന്തൊക്കെ വാങ്ങി ഞാൻ അൺബോക്സ് ചെയ്യാം, ബിക്കോസ് എനിക്ക് അൺബോക്സിങ് പാർട്ടാണ് ഭയങ്കര ഇഷ്ടം ചെയ്യാൻ. അപ്പോൾ ഹൽദിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ വാങ്ങി. ഒരു കടയിൽ നിന്ന് വാങ്ങി തരണുണ്ട്, വേറെ കടയിൽ നിന്ന് വാങ്ങി തരണം പമ്പ് വേറെ. പിന്നെ എന്താ വാങ്ങിയ പിന്നെ ഞാൻ വാങ്ങിയത് എനിക്ക് മുല്ലപ്പൂ ഇടാൻ വേണ്ടി സ്ലേഡ് വേണമെന്ന്. എല്ലാവരും മറ്റേ സ്ലേഡ് യൂസ് ചെയ്യും കിളിവാടി, പക്ഷെ എനിക്ക് ആ കിളിവാടി ആയിരിക്കും ഇഷ്ടമല്ല, എനിക്ക് ഈ സ്ലേഡാണ് ഇഷ്ടം. പിന്നെ റേഷനൊരു പായൽ, അപ്പൊ അത് കണ്ടപ്പോ എനിക്കും തോന്നി എനിക്കും വേണം, എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി. ഞാനും ബ്ലാക്കിന് വാങ്ങിയ, പക്ഷെ ഇത്തിരി ഒന്ന് ഡിസൈൻ വേറെ കാണില്ല. എന്താ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. എനിക്ക് ഹൽദിറാമിൻ്റെ എല്ലാം ഇഷ്ടമാണ്. ഇതിപ്പോൾ മൂണ്ടാലാണ്. എനിക്കതിൻ്റെ ആലു ഭുജിയ ഇപ്പോൾ ബ്രാൻഡിൻ്റെ എല്ലാം ഇഷ്ടമാണ്, ഹൽദിറാമിൻ്റെ എല്ലാം ഇഷ്ടമാണ്. പാൽ ഹെൽത്തി ഫുഡ് എനിക്ക് ഇഷ്ടമുള്ളത് കുറേ വേറില്ല. അപ്പം അതിലൊരെണ്ണാണുണ്ട് ഹെൽത്തി. ഇത് കോൺ ഇഷ്ടം. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഡിന്നർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേ ദിവസത്തെ ചപ്പാത്തി മാവൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കറി എന്താ ഉണ്ടാക്കേണ്ടത് വെച്ചപ്പോൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. പക്ഷേ ഓംലെറ്റ് ആയില്ല, അപ്പോൾ ബാജി ആക്കിയത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. എനിക്കൊന്ന് ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫോണിൽ സ്റ്റോറേജും ഭയങ്കര കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ടില്ലേ, ചപ്പാത്തി മുട്ട പിന്നെ ഇന്നലത്തെ ഏതൊക്കെയോ കറികൾ ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം, ബിക്കോസ് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം എനിക്ക് വേഗം ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം. എന്നാലും എനിക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബിലോ വാട്ട് കണ്ടന്റ് ഷുഡ് ഐ മേക്ക് നെക്സ്റ്റ്.